ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ്. ഇന്നൊരു വ്ളോഗ് എടുക്കണം എന്നൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സത്യത്തിൽ ഒരു സുഖമില്ലായിരുന്നു രാവിലെ തൊട്ടിട്ട്, ഭയങ്കര തൊണ്ടവേദനയൊക്കെ. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി എണീറ്റിട്ടുള്ള ആ മന്ദപ്പിലിരിക്കുമ്പോഴാണ് കുട്ടിച്ച ഒരു 2 മീനുമായിട്ട് വന്നത്. നമ്മുടെ കുളത്തുനിന്ന് പിടിച്ച കേട്ടോ 2 കണ്ണമ്മീൻ. കുട്ടിച്ചൻ്റെ വീട്ടിൽ മേമയും കുട്ടികളൊക്കെ സ്കൂൾ അടച്ചുകൊണ്ട് മേമയുടെ വീട്ടിൽ പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു ഉച്ചയ്ക്ക് വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ ചൂണ്ടിടാൻ പോയതാണത്രേ. അപ്പോൾ കിട്ടിയതാണ് ഈ 2 മുതലുകൾ. അങ്ങനെ അപ്പോൾ അത് ഞങ്ങൾ കറി വയ്ക്കാൻ കൊടുന്ന കേട്ടോ. അപ്പോൾ ഓൾറെഡി അച്ഛൻ വരുമ്പോൾ വൈകിട്ട് വരുമ്പോൾ കൂന്തൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ കൂന്തൽ കേട്ടോ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് പറയണേ. അപ്പോൾ അത് നന്നാക്കുന്നുണ്ട്. ഈ മീനിൻ്റെ പേരാണ് കേട്ടോ കണ്ണമ്മീൻ അല്ലേ? കണ്ണമ്മീനല്ലേ? ബ്രാല്. നമ്മൾ കണ്ണെന്നല്ലേ പറയുക. ഞങ്ങളിതിനെ കണ്ണൻ മീൻ എന്നാണ് പറയട്ടെ, കണ്ണൻ. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് പറയണേ. ഇത് നമ്മുടെ ഇവിടുത്തെ കുളത്തുനിന്ന് പിടിച്ച കേട്ടോ, തൊട്ടടുത്ത കുളത്തുനിന്ന്. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ കുളത്തിലെ മീൻ, ഈ കണ്ണമ്മീനൊക്കെ. കണ്ണമ്മീൻ, ബ്രാല്, പരലില്ലേ, പരല്, അതൊക്കെ. പടിവേലേക്കും ഇത് നന്നായി ഉപ്പിട്ടിട്ടൊക്കെ കഴുകണം കേട്ടോ, നല്ല രീതിയിൽ ഉരച്ച് ക്ലിയറായി നല്ല വൃത്തിയിൽ കഴുകണം. ഇത് മുടിഞ്ഞ ടേസ്റ്റാ. പക്ഷെ ഞാൻ ചില സമയത്തേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ അവിടുത്തെ കുളത്തുനിന്നാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നില്ല കേട്ടോ. അല്ലാത്ത വല്ലയിടത്തു നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരുമ്പോണ്ടല്ലോ ഞാൻ കഴിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ മടിയാണ്. കുളത്തിലാരും കുളിക്കണമല്ലോ എന്താ എന്നാലും പക്ഷെ ഒട്ടുക്കത്തെ ടേസ്റ്റാണ് ഇത് വറുത്ത് കഴിഞ്ഞാൽ. സീരിയലൊക്കെ ആവാറായോ? കഴിഞ്ഞു 7 മണിയാ പറയും. എന്നതാ മറ്റേ സീരിയൽ കാണാൻ പറ്റിയില്ല. ഇത് അനുരാഗാനം പോലെ വല്ലാത്തൊരു കഷ്ടമായി. ഏത് പറഞ്ഞോളെ സമയം പറ്റിയാണോ? അത് കഴിഞ്ഞിട്ട് ഓരോ സീരിയലിൽ കൊടുന്നാൽ മതി. വെളിച്ചിട്ടപ്പോൾ കൊള്ളാം. ഇതുവരെ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കാണ്ടാണ് വീഡിയോ എടുത്തത്. കണ്ടോ നമ്മുടെ കണ്ണമീൻ? നമ്മൾ വെണ്ണൂറിലിട്ടിട്ടാട്ടോ ഇത് ഇതാക്കുക, കാരണം ഇല്ലെങ്കിൽ വഴുക്കും. അതുകൊണ്ടാണ് ഈ വെണ്ണൂറിലിടുന്നത്. ഓ പാവം ചോര. ഇവിടെ നമ്മളെ കൂന്തൽ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വറക്കാനമ്മ നാളെ വറക്കാതെ ഒടുക്കത്തെ കൊതു ആയതുകൊണ്ട് ഞങ്ങളിത് അവിടെ കൊതുക് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞോ? നമ്മൾ വേസ്റ്റൊക്കെ ഇട്ടോ. ഇതാണ് നമ്മുടെ കണ്ണമ്മീൻ, നമ്മുടെ കൂന്തൽ. ഒരൊറ്റ നക്ഷത്രം മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല. ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസം കേട്ടോ, നല്ല പുഴുക്കം. എനിക്ക് ഭയങ്കര പുഴുക്കെടുത്തിട്ട് വയ്യ. ഇന്നലെയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു, ഇന്ന് ഭയങ്കര പുഴുക്കാണ്. അപ്പം ഞാൻ മീനിന് വേണ്ടി കാവലിരിക്കുകയാണേ. കാരണം നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെയൊക്കെ ഇങ്ങനെ മീനിൻ്റെ മണം അടിച്ച് കഴിഞ്ഞാൽ ചുറ്റും കൂടും. അതുകൊണ്ട് ഞാൻ കാവലിരിക്കുകയാണ്. നമ്മൾ കല്ലുപ്പിട്ടിട്ടാട്ടോ അത് കഴിക്കുന്നത്.
എന്നാലേ നന്നായി ക്ലീൻ ആവുള്ളൂ. എന്തിനാ കൂന്തൽ അത് നാശമുണ്ട്. മുമ്പ് ഇനി നമ്മൾ നന്നായി കഴുകണം. വീഴാൻ പോകും. നമ്മൾ കൂന്തൽ കഴുകി വെച്ചു. അല്ല മറ്റേ ഉപ്പിട്ടിട്ട് ഇത് കൂന്തൽ നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇത് ഒരു നല്ല വൃത്തി പോരായ എന്താ കളറ് മഷിയല്ലേ, മഷിയൊക്കെ കളഞ്ഞത്. എന്താ ചളിയാ. നമ്മൾ കുറേ വട്ടം കഴുകണം കേട്ടോ. കുട്ടികൾക്ക് അസുഖം കിട്ടുന്നത്. നമ്മളിത് കല്ലിലിട്ടിട്ട് ഉരക്കി കേട്ടോ, എന്നാലേ അതിൻ്റെ ചെളുക്കൊക്കെ പോവുള്ളൂ. വെള്ളയിലയിലേ അപ്പുറത്തത്തെ പൂച്ചക്കുട്ടന്മാരെ നോക്കിയൊക്കെ ഉണ്ട്. അങ്ങനെ അടുത്ത മീനും നമ്മൾ കല്ലിലിട്ടിട്ട് ഇങ്ങനെ ഒരു കല്ലിലിട്ട് ഉരക്കുക. ഇനി നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ എന്താ പറയുക കഴുകുക കേട്ടോ, നല്ല വൃത്തിയാവുന്നു. നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന മീനല്ലല്ലോ, അപ്പം നല്ല വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ പോയി നല്ല വൃത്തി സുന്ദര കുട്ടപ്പനാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ കണ്ടോ വെളുത്തു. നല്ല വെള്ള കുട്ടനായിപ്പോ. അയ്യോ ചട്ടി പൊട്ടിയോ. ഉള്ളിലേക്ക് നടുവ് മീൻ മുറിക്കുമ്പോൾ മുറിക്കാത്തുന്നു. ഒരു പേര് തിന്നാൻ നോക്കണേ. ആ നിൽക്കണുണ്ടോ, അത് നിങ്ങളൊരു വെളിച്ചം കണ്ടില്ലേ, അത് നമ്മുടെ പൂച്ചട കണ്ണാണ്. പൂച്ചട നമ്മുടെ കൂന്തൽ റെഡിയായി, കണ്ണം മീനും റെഡിയായി. കണ്ടോ വെളുത്ത് തുടുത്ത്. അങ്ങനെ 5 മണിക്ക് ഇരുന്നത് കേട്ടോ അമ്മ എല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം സെറ്റായി വന്നപ്പോൾ 7 മണിയായി. അപ്പോൾ അതാ ഞാനിതാ ഹാളിൽ വന്നിട്ട് പൈനാപ്പിൾ കഴിക്കുക കേട്ടോ. മറ്റേ പുതിയൊരു സീരിയൽ ഉണ്ടല്ലോ ഇപ്പോൾ സുഭദ്രം, അപ്പോൾ അമ്മ ആ സീരിയലും കൂടെ കാണാൻ തുടങ്ങി. ഞങ്ങൾ കേരളത്തിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ 6:30 തൊട്ട് സീരിയൽ തന്നെയാണ് ഇവിടെ. അപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ടെങ്കിലും
സീരിയൽ വെച്ച ആ സൗണ്ടില്ലേ, സീരിയലിൻ്റെ സൗണ്ട് കേൾക്കണം. അപ്പം ഞാൻ ഒരു രക്ഷയില്ല, സീരിയൽ വെക്കണമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആ പൈനാപ്പിൾ തിന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും മെഴുകി വന്നു കേട്ടോ. എന്നിട്ട് ചെറിയൊരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. പ്ലം കേക്ക്, ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ചെറുത് കേട്ടോ, നല്ല ചെറുത്, ഒരു 300 ഗ്രാമിൻ്റെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്ലം കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഈവനിങ് വാങ്ങിക്കൊടുന്ന കേട്ടോ. അപ്പോൾ ആതിരെ കണ്ടില്ലേ, അവൾക്കൊരു ഇൻട്രസ്റ്റേ ഇല്ല വീഡിയോ എടുക്കണം. പിന്നെ അച്ഛൻ അമ്മ എല്ലാവരും പറഞ്ഞപ്പോൾ ഇങ്ങനെ വീഡിയോ വായോ എടുക്കാം, എന്തായാലും വായോ എന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. അങ്ങനെ ഞാനും ആതിരി ഒരുമിച്ച് കൈയൊക്കെ പിടിച്ച് കേക്ക് കട്ട് ചെയ്തപ്പോൾ അമ്മയും അച്ഛനും അപ്പുറം ഇപ്പുറം നിന്നിട്ടൊക്കെ ഇങ്ങനെ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ബർത്ത്ഡേ വൈബാണ് ഫീൽ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പക്ഷേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ സാധാരണ ഉള്ള പ്ലം കേക്കിനെ അപേക്ഷിച്ച് ഇതിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ മുന്തിരി മറ്റ് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നടു മുറിച്ചിട്ട് നല്ല 4 പീസാക്കി മാറ്റി കേട്ടോ, ഞങ്ങൾക്ക് കഴിക്കാൻ എളുപ്പത്തിന്. അതല്ല, സാധാരണ പ്ലം കേക്ക് ഇഷ്ടമല്ല. സാധാരണ പ്ലം കേക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ കുറവുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാനും അമ്മയും ആതിരയും കൂടെ ഈ കേക്കിൻ്റെ അത് കംപ്ലീറ്റ് വടിച്ചെടുത്ത് തിന്നു കേട്ടോ. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു കൂവ നന്നാക്കാൻ. അപ്പോൾ അമ്മ ഈവനിങ് തൊട്ട് നന്നായി നല്ല അടിപൊളിയായിട്ട് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും മരത്തൊന്നും ചിന്തിക്കാണ്ട് ഇതൊക്കെ ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ ഇതാ കൂവ നന്നാക്കാനിരുന്നു. ടി വി ആണല്ലോ, വെറുതെ ഇരുന്ന് ടി വി ആണല്ലോ, അപ്പോൾ പിന്നെ ജസ്റ്റ് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വിചാരിച്ച പോലെയല്ല, നല്ല കട്ടിയുണ്ടായിരുന്നു. കാരണം ഈ കൂവയുടെ അത് ഭയങ്കര കട്ടിയുള്ള സാധനമായതുകൊണ്ട് മുറിക്കുമ്പോൾ ഞാൻ ഭയങ്കര മസം പിടിച്ചായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്ന് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അച്ഛനും വന്നോട്ടോ നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാനും അച്ഛനും ഒരുമിച്ചായി കൂവ നന്നാക്കൽ. സത്യം പറഞ്ഞാൽ ആക്ച്വലി ചില സമയത്ത് ചില വർഷം നമ്മൾ കൂവപ്പൊടി വാങ്ങുക കേട്ടോ ചെയ്യാറ് കടയിൽ നിന്ന്. അപ്പോൾ ഇപ്രാവശ്യം അമ്മയും അച്ഛനും പുറത്ത് പോയപ്പം കൂവപ്പൊടി നോക്കിയെന്ന് പറഞ്ഞു. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടിയില്ല അത്രേ. അപ്പോൾ അവരെന്തായാലും മറ്റേ കൂവ ഇങ്ങനെ വാങ്ങി. എന്നിട്ട് നമ്മൾ ചില വർഷങ്ങൾ നമ്മളിങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞിട്ട് കൂവപ്പൊടിയാക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ അതാ ഞങ്ങൾ സെറ്റാക്കി വരുമ്പോഴേക്കും അമ്മ നമ്മുടെ കൂന്തൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കണ്ണമ്മീൻ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണമ്മീൻ പറയുന്നുണ്ടല്ലേ, വേറൊന്നും കൊണ്ടല്ല, നമുക്കിത് വല്ലപ്പോഴേ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂന്തളും ആ മീനൊക്കെ സെറ്റായി. ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആതിര പുറത്ത് നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ അപ്പോഴേക്കും ഞാനും അച്ഛനും നുറുക്കി കൊടുത്ത കൂവ ഇടിച്ച് മറ്റേ മിക്സിയിലിട്ട് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും അത് തിരുമ്മി അരിച്ചെടുക്കില്ലേ, അത് അരിച്ചെടുത്തിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ആ പരിപാടിയിലായിരുന്നു. ഇനി ഇത് നമ്മൾ വെള്ളം ഊറിയിട്ട് നാളെ ഉണക്കാൻ വെക്കും, ആ ഒരു ഊറി വന്ന പൊടി. അപ്പോൾ നമ്മുടെ കൂവപ്പൊടി സെറ്റായിട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതെല്ലാം ഒന്ന് സെറ്റാക്കി വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ 10 മണിയായിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ടി വിയൊക്കെ കണ്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ബൈ. എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ്.